ബർമൂഡ ഇട്ടുകൂടാ, മുണ്ടിട്. കുറെ എപ്പിസോഡ്സ് ഒക്കെ കാണിച്ച് ഞാൻ തലകറങ്ങി വീണിട്ടു. അതൊന്നും ഞാൻ അവിടെ ഈ കണ്ട ഭയങ്കര ഭയങ്കര ഞെട്ടിയ റിയാക്ഷനുകളിലൊന്ന് ചായ കുടിച്ചായിരുന്നോന്നാണ് സംഭവിച്ചെന്ന് അറിയാമല്ലോ. അതെടുത്ത് കമത്തി കളഞ്ഞ് കഴുകി വെച്ചാൽ മതി. വേറെ ആള് കുടിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഉപയോഗിച്ച ബെഡ്ഷീറ്റിൽ പോയി കിടക്കേണ്ട അവസ്ഥയും അവര് പുതച്ച കമ്പിളി നമ്മൾ എടുക്കേണ്ട അവസ്ഥയും അതെനിക്ക് ഓക്കെ അല്ല. ഇപ്പൊ ഈ ശരണ്യ കണ്ടസ് നോക്കുമ്പോഴേ ഒരു കാര്യത്തിൽ ഭയങ്കര ക്ലാരിറ്റി വേണ്ടതുണ്ട്. അതായത് ഈ മുടിയിൽ പിടിച്ച് വലിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അത് പുറത്ത് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളായിരുന്നെങ്കിൽ അത് എങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചേനെ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര മഹാമനസ്കതയും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റും ഈ വിട്ടുകൊടുക്കാനുള്ള ഒരു മൈൻഡൊക്കെ അവിടെ ഭയങ്കര വിനയിട്ട് വന്നു ശരിക്കും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്രവൃത്തി ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാനത് എനിക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഇനിയും ഗെയിം കളിച്ചാലും ശരി, ഗെയിമിലായാലും ശരി, പുറത്തായാലും ശരി, എവിടെ ആയാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ എനിക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കുറച്ച് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ലെറ്റ് ഇറ്റ് ഗോ എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് എവിടേക്കോ ഒരു സ്പോർട്സ്മാൻ അതൊരു അഡ്വാൻറ്റേജസ് തന്നെയാണ്, അത് അവരുടെ ഗുഡ് ക്വാളിറ്റിയാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ചെയ്തുകൂടാ. മനസ്സിലായോ? ബിഗ് ബോസ് ഹൗസിൽ അത് റിവേഴ്സ് ചെയ്യുന്നവർക്കാണ് അവിടെ വാല്യൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ജിൻറ്റോന്റെ ആ ഒരു ഇൻസിഡന്റ്, ഇപ്പം ഒരു ഗെയിമിന്റെ ഇതിനു വേണ്ടി ഇങ്ങനെ ഭിത്തിയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പുറകിലുള്ള സംഭവം ഈ റോട്ടിൽ ഇപ്പോൾ നടന്നായിരുന്നെങ്കിൽ ആൾക്കാർ ആരുടെ കൂടെ നിന്നേനെ? ഈ റോട്ടിൽ ഇപ്പോൾ ഈ സംഭവം നടക്കുക, ഒരാണ് വന്നിട്ട് ഒരു പെണ്ണിന്റെ കഴുത്ത് ഇങ്ങനെ ഇടിച്ച് ഭിത്തിയിൽ ഇങ്ങനെ ആക്കി പുറകെ വല്ലാണ്ട് ഇടിക്കുവായിരുന്നെങ്കിൽ, ഈ റോട്ടിൽ ഇപ്പൊ നടക്കുമായിരുന്നെങ്കിൽ ആൾക്കാർ ആരുടെ കൂടെ നിന്നേനെ? ആ സൈഡിൽ നിന്നേനെ. ഏത് സൈഡ്? യുവർ സൈഡ് മീൻസ് ഈ പറഞ്ഞ സ്ത്രീയുടെ സൈഡ് നിന്നേനെ അല്ലേ? അതെ. അപ്പോ ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്കും ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ, വീക്കിലി എപ്പിസോഡിൽ ഈ ഒരു വിഷയം സംസാരമുണ്ടാകും, അത് ജിൻറ്റപ്പന് റിയലൈസേഷൻ വരും, അല്ലെങ്കിൽ ആ കാര്യം തെറ്റാണെന്നുള്ള ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ അത് ഭയങ്കര നിസ്സാരമായിട്ട് ആ ഒരു വിഷയം മാറി. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ അത് പറഞ്ഞത്. ഇത് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ലാലേട്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഗെയിമോ എന്തായാലും ശരി അങ്ങനെ ചെയ്തുകൂടാ. ഞാൻ മുടീൻ്റെ കാര്യമല്ല പറയുന്നത്. മുടി ജിൻറ്റപ്പൻ അല്ല എന്നുള്ളത് ഞാൻ പുറത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കാര്യത്തിൽ ജിൻറ്റപ്പൻ എനിക്ക് എത്രയോ ടെലിവിഷനിൽ ഇത്രം ജനങ്ങളുടെ മുന്നേ ജിൻറ്റപ്പൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് എന്നോട് സോറി പറയുന്നുണ്ട്. അപ്പോൾ ആ സോറിനെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഈ മുടീൻ്റെ സംഭവം അദ്ദേഹം അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഞാനത് പറയുകയും ചെയ്തു, അദ്ദേഹം അല്ല. സോ ഞാൻ ആളുടെ പേര് പോലും എടുത്തിട്ടില്ല. എന്നാൽ തന്നെ ഐ എം സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇടിക്കുന്നത്, അത് ഗെയിമിനായാലും എന്തിനായാലും അതെനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അത് ശരിയല്ല, അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ആ രീതി അല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം എൻ്റെ മാത്രം ആണെങ്കിൽ ഓക്കെ. അതിൽ തൊട്ട് മുന്നേ ഋഷിയുടെ സീൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ സീൻ കഴിഞ്ഞു. ഇത് ബിഗ് ബോസ് വോൺ തന്നു, ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഇതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ എൻ്റെ കൂടെ ആവുന്നത്. അതേ ഒരേ ആളുടെ കൂടെയാണ് ഇത് റിപ്പീറ്റഡ്ലി ആവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വോൺ കൊടുത്തില്ല, അല്ലെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഓക്കെ, ഇതെല്ലാം നമ്മൾ കൊടുത്തതാണ്. പിന്നെ ഉള്ള ഒരു മെയിൻ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ജിൻറ്റപ്പൻ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര ഇതായിട്ട് എന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഭയങ്കര ഇതായിട്ട് ഞാൻ ആ ഒരു എന്താ പറയുക, എന്തോ ആ പുള്ളിക്ക് റിലീസായിരുന്നോ, എന്തോ ബ്ലൈൻഡ് ഫേഡ് ഔട്ട് ആയിരുന്നോ, അങ്ങനെ ആയിപ്പോയതാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അത് സിൻസിയർലി ഹീസ് ടെലിങ് ഫ്രം ഹിസ് ഹാർട്ട് എങ്കിൽ നമ്മളത് മാപ്പ് കൊടുക്കണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മേൻ്റെ കെട്ടിയവരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഡേ 1 തൊട്ടിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഡേ 1 എന്റെ കൂടെ ഇത് ചെയ്തു, അന്യായം ചെയ്തു, ഡേ 2 ഇത് ചെയ്തു, ഡേ 3 ചെയ്തു, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മനസ്സിലായോ? അങ്ങനെ ആ ഒരു വിഷയം തലയിൽ മെമ്മറൈസ് ചെയ്ത് പഠിച്ചെടുത്ത് അതും തൂങ്ങിയിരിക്കുന്ന, അതും വെച്ച് കണ്ടന്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് വെച്ച് 10ാം വീക്കിലത്തെ എപ്പിസോഡിൽ ലാലേട്ടനോട് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ബിഗ് ബോസ് ഹൗസിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ നേച്ചർ അതല്ല. എൻ്റെ നേച്ചർ ഇഷ്ടപ്പെടുന്ന കുറേ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് ഞാൻ ടു ബി ഫ്രാങ്ക് റോങ് മെസ്സേജ് കൊടുക്കൂല. ദിസ് ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് റോങ് എന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. ഇപ്പോഴും എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. സോ എനിക്ക് I know that. പക്ഷെ യൂസ് ചെയ്യണ്ടായിരുന്നു എന്നൊരു തോട്ടില്ല. മീൻസ് അത് വെദർ ഇറ്റ്സ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഇല്ല. അത് ജിൻറ്റപ്പൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാനത് അദ്ദേഹം സോറി പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇത് ഉൾക്കൊള്ളിക്കില്ല. ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ വിഷയം സംസാരിക്കും എന്ന് പറഞ്ഞു നിന്നത് അത് ഭയങ്കര നിസ്സാരമായിട്ടാണ് ആ ഒരു ടോപ്പിക്ക് സംസാരിച്ചത്. നിങ്ങൾ ആ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി. എന്നിട്ടും ഞാൻ നിന്നിട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ഐ വോണ്ട് അക്സെപ്റ്റ് ദിസ് ലാലേട്ട എന്നാണ് എൻ്റെ വോയിസ്. അവിടെയും ഞാൻ ഓക്കെ സോറി ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. അതെങ്ങനെ കൊടുക്കും? ഇപ്പൊ ഞാൻ പറയട്ടെ, അജിന്റെ സിസ്റ്റർ അതിന്റെ സ്ഥാനത്തെങ്കിൽ അജിന് ഓക്കെ ആവോ? ഒരിക്കലും ഇല്ല. ഓക്കെ ആവത്തില്ലല്ലോ. അപ്പം എനിക്ക് ആ ചില്ലിന്റെ നട്ടിലിൽ കയറി എൻ്റെ ലൈഫ് പോയിരുന്നെങ്കിലോ? ഇതെന്തോ ഭാഗ്യത്തിനായില്ല. പക്ഷെ ആ ഒരു സംഭവം കാരണം നെക്സ്റ്റ് ഒരു വീക്ക് ഞാൻ ബെഡിലാണ്. എനിക്ക് എണ്ണിച്ച് കളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇനി ആ വീക്കിൽ എന്നെ റിപ്പീറ്റഡ്ലി കാണിച്ചോന്ന് എനിക്കറിയത്തില്ല. കംപ്ലീറ്റ്ലി ബെഡിലാണ്. ഞാൻ മൂവും ക്രീമും ടാബ്ലറ്റ്സും പെയിൻ കില്ലറും കൊണ്ടാണ് ഇരുന്നത്. അപ്പൊ അത് എൻ്റെ ഗെയിമിനെ എഫക്റ്റ് ആവുമല്ലായിരുന്നോ? ആണോ അല്ലയോ? അപ്പൊ എനിക്ക് ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഫിസിക്കലി. പക്ഷെ ഞാൻ അവിടെ കംപ്ലൈന്റ് ആരോടും ചെയ്തില്ല. പുറത്ത് വന്നപ്പോഴും ആൾക്കാർക്ക് ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ആ കുട്ടി പിന്നെ അത് അവിടെ ഭീകരമായൊരു ചർച്ചയാക്കിയില്ല, അത് ആ കാർഡ് എടുത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു തോട്ട്. അവിടെയാണ് കാർഡ് ഉപയോഗിച്ച് പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ അല്ല ശരണ്യന്റെ. അവിടെ പല ആർട്ടിസ്റ്റ് കണ്ടസ്റ്റൻസുകളും കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള കാർഡ് അവിടെ നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ട പൊട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ അന്നും ഇന്നും പറഞ്ഞ മാതിരി ഐ വിൽ ബി ബിഹേവിങ് ലൈക്ക് Sharanya Anand. So this is my character, this is me, and I want to make Sharanya's legacy എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് 65 ഡേയ്സ് ആണെങ്കിലും ആ 65 ഡേയ്സിൽ ശരണ്യൻ്റെ ഒരു മാർക്ക് വിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ മാർക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കാണ്, ഒരു നെഗറ്റീവ് മാർക്കും അല്ലെന്നും എനിക്കറിയാം. ശരിക്കും നിങ്ങൾ മൂന്നുപേരും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അല്ല സർക്കിൾ ബിഗ് ബോസ് സർക്കിളിൽ വെച്ചുവാണെങ്കിൽ അർജുൻ, ശ്രീതു, ഞാൻ, അതൊരു സർക്കിളായിരുന്നു. പിന്നെ ഞാൻ അപ്സരേ ഉള്ളൂ, അവിടെ ശ്രീതു ഇല്ല. ശ്രീതു ആ ഗ്യാങ്ങിൽ ഇങ്ങനെ വലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ശരിയാ, ഓക്കെ, അപ്സര, ശ്രീതു, ശരണ്യ. അപ്പോൾ ഈ മറ്റുള്ളവരെ കണ്ണിൽ നിങ്ങൾ എപ്പോഴും ഭയങ്കര ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് 2 വീക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ആളുകൾക്കൊരു ഫെമിലിയർ ഫേസ് ആണ്. ഈ പറഞ്ഞ നമുക്ക് ഗെയിമിൽ ഭീകര റിസ്കിലേക്ക് അപ്പം ഇറങ്ങണ്ട. അപ്പോൾ ശരിക്കും ഈ ഫസ്റ്റ് 2 വീക്ക് അവിടെ എങ്ങനെയായിരുന്നു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിന്നിരുന്നത്? നിങ്ങളെ 3 പേരെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ ഒരു അറിവിൽ ഞാൻ അപ്സരയായിട്ട് സംസാരിക്കുന്നത് തന്നെ 3rd വീക്ക് കണ്ട. ഞാൻ അപ്സരയായിട്ട് സംസാരം തുടങ്ങുന്നത് തന്നെ അവിടെ. അപ്സരയുടെ വേറെ ഗ്രൂപ്പുകളിൽ ആയിരുന്നു. ശ്രീതു എൻ്റെ കൂടെ ആയിരുന്നു. സോ ശ്രീതു വാസ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ശ്രീതു വാസ് സ്ട്രക്ക്. ശ്രീതുവിന് ആരെയും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ശ്രീതു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ശ്രീതുവിന് എന്തെങ്കിലും ഒരു ചോദിച്ച ശ്രീതു കേൾക്കുന്നല്ലാണ്ട് ശ്രീതു ഒന്നും പറയാം. എനിക്കൊന്നും ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട്, കേട്ടോണ്ടിരിക്കും, ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പം ശ്രീതു ഞാനുമായിരുന്നു റൂമിൽ നല്ല കോംബോ. ആൻഡ് ഐ ലൈക്ക് ഹർ, ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണ്. ഈവൻ അപ്സര ഓൾസോ, ഷീ ഈസ് മൈ ഗുഡ് ഫ്രണ്ട്. അപ്സരയ്ക്ക് ഉള്ള അഡ്വാൻറ്റേജസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ,
അപ്സരയ്ക്ക് എല്ലാവരും ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള ഒരിത് കൊടുത്തു. മനസ്സിലായോ? അതായിരുന്നു അപ്സരയ്ക്ക് ചാൻസ് കൊടുത്തു. നമ്മൾ 3 പേരെ നോമിനേറ്റ് ചെയ്യണമല്ലോ. ഈവൻ ഞാൻ പോലും അപ്സരയ്ക്കാണ് നോമിനേഷൻ കൊടുത്തത്. കാരണം റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഓരോരോ പേര് വന്നപ്പോൾ അപ്സരയുടെ 3 പേര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അങ്ങ് അപ്സരനെ ആക്കാം. കാരണം 3 പേര് വന്നല്ലോ. അങ്ങനെ ആ ചെയിൻ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോയതാണ്. അപ്പം അത് അപ്സരയ്ക്ക് അതൊരു അഡ്വാൻറ്റേജസ് ആയിരുന്നു. കാരണം അപ്സര ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്ത ക്യാപ്റ്റൻസിയിൽ ചെയ്ത അത്രയും പെർഫോമൻസ് ലേറ്ററും കണ്ടിട്ടില്ല, ടു ബി ഫ്രാങ്ക്, ലാസ്റ്റ് വരെ. പക്ഷെ അതാണ് അവളുടെ അപ്സരയുടെ മാർക്ക്. ആ ഒരു അടിപൊളിയായിട്ട് ക്യാപ്റ്റൻസി ആ ഫസ്റ്റ് ചെയ്തതായിരുന്നു അവളുടെ മാർക്ക്. പവർ റൂമിലായിരുന്നപ്പോഴും ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഈ മോർണിംഗിൽ എക്സസൈസ് ചെയ്യാ. ആ ടീമിലും അപ്സര ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ അവിടെ ഒരു ലീഡർഷിപ്പ് കാര്യത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഉറ്റുനോക്കിയൊരു കാര്യമാണല്ലോ അപ്സരയുടെ. പിന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തു? അപ്പോ ഇല്ല, പിന്നെ ആ ക്യാപ്റ്റൻസി സമയത്ത് അപ്സര കാണിച്ചതാണ് നമ്മൾ എല്ലാവരും അവിടെ ഒരു സംസാര വിഷയം അത് തന്നെയാണ്. ക്യാപ്റ്റൻസിയിൽ കണ്ട അപ്സര പിന്നീട് കണ്ടിട്ടില്ല. ആ ഒരു പവർ രീതിയിലുള്ള സംഭവം ലേറ്റർ ഓൺ കണ്ടിട്ടില്ല. ഈവൻ പവർ റൂമിലാണെങ്കിലും അത് കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് ഈ അപ്സര ഈ പവർ റൂമിൽ കയറിയ സമയത്താണ് ആദ്യമായിട്ടാണ് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഇവര് ഈ പവർ റൂമിന്റെ അംഗങ്ങൾ കഴിച്ച എച്ചിൽ പാത്രം നിങ്ങൾ കരുകണം. അത് ഒരു ഐ മീൻ അതൊരു ദാറ്റ് ഈസ് നോട്ട് എ പവർ ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. ഇതൊരു ചെയ്യിപ്പിക്കേണ്ട ഒരു പവർ, നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ ഇത് തന്നെ റോങ് സെൻസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മളത് ചിരിച്ച് കളിച്ച് ചെയ്ത് കൊടുത്തു. ഇത് ആർക്ക് നെഗാവും? ഇവർക്ക് തന്നെ നെഗാവുള്ളൂ, നമുക്കിതാവത്തില്ല. ഇനി ഇത് കാണിച്ചിട്ടുണ്ടെങ്കിലേ നെഗാവത്തുള്ളൂ, കാണിച്ചിട്ടില്ലെങ്കിൽ അത് നെഗും ആവത്തില്ല, ആരും അറിയത്തു പോലുമില്ല. അപ്പം ദാറ്റ് ഈസ് നോട്ട് ദ വേ, യുനോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാലോ. എനിക്ക് നമ്മൾ സെൽഫ് ഹൈജീൻ പറഞ്ഞ പോലെ അവരവരുടെ പാത്രം, അവരവരുടെ ബെഡ്ഷീറ്റ്, അവരവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ അവിടെ ഡേ 1 തൊട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പവർ റൂമിലെ ആൾക്കാർ വന്നിട്ട് ഈ ഫുഡ് കഴിച്ച എച്ചിൽ പാത്രമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കത് ലോജിക്കലി ഓക്കെ അല്ല. പിന്നെ എക്സ്ട്രാ അവർക്ക് കൊടുക്കണം, അവർ കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കാവുള്ളൂ, അതൊന്നും എനിക്ക് ഓക്കെ അല്ല. സോ അപ്സരയുടെ അതായിരുന്നു. സോ ആ ഒരു സമയത്ത് ക്യാപ്റ്റൻഷിപ്പ് പുള്ളിക്കാരത്തേക്ക് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ ശ്രീതു ആണെങ്കിൽ ശ്രീതുവിന് കിട്ടിയത് ലാസ്റ്റ് സമയത്താണ്, 9th വീക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ശ്രീതുവിന് കിട്ടിയത്. അപ്പം ശ്രീതുവിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ ശ്രീതു സ്ലോലി മൂവിങ്. ഇപ്പോഴും എനിക്ക് സ്ലോലി മൂവിങ് തന്നെയാണ് തോന്നുന്നത്. ആ ഒരു എന്താ പറയാ, ഒരു ക്യൂട്ട്നെസ്, അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ, അങ്ങനെ സൈലന്റ് ഒരു അങ്ങനത്തെ. ഐ മീൻ സംവേർ ഷീ സിമിലർ ടു മീ. ശ്രീതു ഈ സംവേർ മെജോറിറ്റി മേ ബി കാരണം എൻ്റെ ഒരു സ്വഭാവത്തിന് എവിടേക്കോ ശ്രീതുവിന്റെ ആ ഒരു ഇതുണ്ട്, ക്യാരക്ടറിൽ എവിടേക്കോ ആ ഒരു മിക്സ് 50% ഉണ്ട്. സോ അതായിരിക്കാം ജെല്ലായത്. ഓക്കെ, അപ്പം അങ്ങനെ അപ്പം ആ ഇഷ്ടപ്പെടാൻ ആൾക്കാർ നമ്മളുടെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ. പിന്നെയാണ് എൻ്റെ ക്യാരക്ടർ. എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ വന്നുകൊണ്ട് എനിക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റി എൻ്റെ റിയൽ ക്യാരക്ടർ. നിങ്ങൾ വിചാരിക്കുന്ന വേദിക അല്ല ശരണ്യ എന്നുള്ളത് അവർക്ക് കാണിക്കാൻ പറ്റി. ആൻഡ് സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും എൻ്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഇനിയെന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ ഷീ ഹാഡ് ഹെർ ഓൺ സ്റ്റാൻഡ്, ഒരു നല്ല കൾച്ചർ ഉണ്ടായിരുന്നു, ഷീ ഹാസ് ഹെർ ഓൺ എത്തിക്കേറ്റ്സ്, നല്ല ഹൈജീൻ ആയിരുന്നു, സംസാര രീതി നല്ലതായിരുന്നു, ആരെയും ഹേർട്ട് ചെയ്യാത്തൊരു ക്യാരക്ടർ ആയിരുന്നു, കെയറിങ് ആയിരുന്നു, ഒരു ജോലി മടിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാം ജോലി ചെയ്യുമായിരുന്നു, നല്ല ടാസ്ക് പെർഫോമർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഐ മീൻ എനിക്ക് ലേറ്റർ ഓൺ ആണ് ഇതെല്ലാം കിട്ടിയത്. ആൻഡ് ടാസ്ക് പെർഫോം എന്ന പോയിന്റ് പറയേണ്ട എടുത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരക്കുണ്ടാക്കി കണ്ടന്റിന് വേണ്ടി ഓടുന്ന പോലത്തെ ഒരു നേച്ചർ അല്ല. ഷീ വാസ് ട്രൂ ആൻഡ് ആ പറയുന്ന കാര്യം സ്ട്രോങ് ആയിട്ട് പറയേണ്ട എടുത്ത് പറയുന്നവരുടെ മുഖത്ത് നോക്കി പറയായിരുന്നു. വരക്കായാൽ പുള്ളിക്കാരത്തി ഇഷ്ടമുള്ള ഇങ്ങനെ ധാരാളം വരക്കെടുത്തില്ലെങ്കിലും
ഇടുന്ന വരക്ക് ജെനുവിൻ റീസണിന് വേണ്ടിയായിരുന്നു വരയ്ക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ഹ്യൂമൻ ബീങ്, ഇതാണ് ടു ബി ഫ്രാങ്ക്, ഇതാണ് ഒരു ബിഗ് ബോസ്. എനിക്ക് ടു ബി ഫ്രാങ്ക് ബിഗ് ബോസ് യുനോ ഒരു വിന്നർ എലിമെന്റ്സിൽ വരുന്ന സംഭവങ്ങൾ എനിക്ക് അത് ഞാനായോണ്ട് എനിക്ക് തരണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു നേച്ചർ ആയിരിക്കണം. പിന്നെ വെർബലി മേ ബി വെർബലി ഐ മൈറ്റ് ബി നോട്ട് സോ യുനോ ലൗഡ് അല്ലായിരിക്കും, പക്ഷെ ദിസ് ഈസ് മീ. ഇപ്പൊ ഈ ബിഗ് ബോസിൽ സീസൺ 6 ഏറ്റവും കൂടെ ചർച്ച ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞത്. പല ആംഗിളുകളിലും പല ആസ്പെക്റ്റുകളിലും ഹൈജീനും ഡിസിപ്ലിനും ഭയങ്കര വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാതെ പോകുന്നതും. കാരണം ഈ കിച്ചൺ ഹാൻഡിൽ ചെയ്ത ഒരാളും കൂടെ ആണല്ലോ. അപ്പൊ 3 വീക്സ് അപ്പൊ കിച്ചന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നറിയാം, പേഴ്സണൽ ഹൈജീന്റെ ഒരു പെർസ്പെക്റ്റീവും കറക്റ്റ് ആയിട്ട് അറിയാം. ഇത് രണ്ടും എങ്ങനെയാ ബിഗ് ബോസ് സീസൺ 6 ഇൻക്ലൂഡിങ് ഈ ജാസ്മിന്റെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്തേക്കും ചർച്ച ആയിട്ടുള്ള ഈ ഹൈജീനും ഡിസിപ്ലിൻ ഇഷ്യൂസ് ഒക്കെ ശരിക്കും എങ്ങനെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ? കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ചും ഇത്രയും ക്യാമറ നമ്മളെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. അവിടെ നല്ല നീറ്റ്നെസ്സും ക്ലീൻ എല്ലാം നമ്മൾ ചെയ്തിട്ട് വേണം നമ്മളത്. അപ്പം ഞാൻ പെർട്ടിക്കുലർ ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയോ ഹൗസിലോ ഞാൻ അവരെ ടാർഗറ്റ് ചെയ്യാത്തയോ അല്ലെങ്കിൽ ചെയ്യാത്ത ഒരാളാണ്. സോ ഞാൻ അതിൽ വലിയായിട്ട് എനിക്ക് ഓരോ ഇൻഡിവിജ്വൽസ് ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ടു ബി ഫ്രാങ്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ നിങ്ങൾ വില്ലനായിട്ട് കരുതുന്ന അല്ലെങ്കിൽ ഇപ്പം എന്തായെന്ന് എനിക്കറിയില്ല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തന്നിട്ടാണ് ശരണ്യ ചേച്ചി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ ഇവരോട് വഴക്കിടുകയല്ല ചെയ്യുക, ഇവരുമായിട്ട് സൗഹൃദം എനിക്ക് വരാ ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു പോയിന്റിൽ എപ്പോഴും നല്ലത് വരാനായിട്ട് പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അവർ കേട്ടെങ്കിൽ അവർക്ക് നല്ലത് വന്നേനെ, അവർ കേട്ടില്ല എൻ്റെ കുഴപ്പമല്ല, എനിക്ക് പക്ഷെ എല്ലാവർക്കും പൊതുവെ ഒരു നല്ല ഒരു ആളാണ്, നല്ലൊരു പേഴ്സൺ ആണ് ശരണ്യ എന്നാണ് എപ്പോഴും പറയുന്നത്. സോ പിന്നെ ഓരോരോ ആൾക്കാരുടെ പേരെടുത്തിട്ടൊന്നും ഞാൻ പറയില്ല, അതെൻ്റെ നേച്ചറല്ല, ക്യാരക്ടറല്ല. പക്ഷേ സെൽഫായിട്ട് ഹൈജീനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളിത് ചെറുപ്പകാലത്തിലേ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. പേഴ്സണൽ ബേസിക് ഹൈജീനാണ് ഇതൊക്കെ. കൈ കഴുകുക, അങ്ങനത്തെ ബെഡ്ഷീറ്റ് വിരിക്കുക, ടക്കിൻ ചെയ്യുക, എന്നും കുളിക്കുക, ചെരുപ്പിട്ട് നടക്കുക, ഡ്രസ്സ് ഇടുക, ഇതൊക്കെ ബേസിക് ചെറിയ പിള്ളേർ പോലും പഠിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നവർക്ക് ടു ബി ഈസി ആയിരിക്കും ഈ കിച്ചൻ്റെ ഹൈജീൻ നോക്കാൻ. കാര്യം പോയിന്റ് മനസ്സിലായി. അപ്പോൾ ഈ കിച്ചൻ്റെ ഹൈജീൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ കഴിക്കുക, നമ്മൾ ഇത്രയും പേർക്ക് നമ്മളുടെ മാത്രമല്ലല്ലോ, ഇത്ര 20-25 പേർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ കൈ കഴുകുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും കൈ കഴുകിയിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. കുറേ എപ്പിസോഡ്സൊക്കെ കാണിച്ചു ഞാൻ തല കറങ്ങി വീണില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതൊന്നും എനിക്ക് ഞാൻ അവിടെ ഈ കണ്ട ഭയങ്കര ഞെട്ടിയ റിയാക്ഷനുകളിലൊന്ന് എന്റെ അമ്മേ ആ ചായ കുടിച്ചായിരുന്നോന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ ദ പോയിന്റ് ഈസ് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയാമല്ലോ, അതെടുത്ത് കമത്തി കളഞ്ഞ് കഴുകി വെച്ചാൽ മതി. വേറെ ആള് കുടിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു, കളഞ്ഞായിരുന്നെങ്കിലും വിഷമം ഉണ്ടായിരുന്നില്ല. അതല്ല ചെയ്തത്. ഇപ്പോൾ അങ്ങനത്തെ കുറേ പോയിന്റ്സുകൾ എനിക്ക് പറ്റൂല. ഞാൻ ഈ ഒരു റോങ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കൂല. നിങ്ങൾ ഇതെല്ലാം ചെയ്ത് സൂപ്പർ ആയിരുന്നു ഞാൻ പറയൂല, ഇത് സൂപ്പർ അല്ല. അപ്പൊ കണ്ടിരുന്നെങ്കിൽ അതപ്പോ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അവിടെ, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ വീക്കിലി വൺസ് ആയിരിക്കും എല്ലാം ബെഡ്ഷീറ്റുകൾ മാറ്റുന്നത്. അപ്പൊ ആ അല്ലി മുന്നേ നമ്മൾ സ്വിച്ച് ആകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഉപയോഗിച്ച ബെഡ്ഷീറ്റിൽ പോയി കിടക്കേണ്ട അവസ്ഥയും അവർ പുതച്ച കമ്പിളി നമ്മൾ എടുക്കേണ്ട അവസ്ഥയും അതെനിക്ക് ഓക്കെ അല്ല. എന്നിട്ടും
ഞാനത് ബെഡ്ഷീറ്റ് മറിച്ചിട്ടിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു. മനസ്സിലായോ? എനിക്കത് എൻ്റെ ഹൈജീനിൽ എനിക്കിത് പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. അവിടെ ഞാൻ അത് നിങ്ങൾ നോക്കണം, അതൊക്കെ അഡ്ജസ്റ്റ്. ഒരു ലൈഫ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനവും ശാന്തവുമായിട്ടൊക്കെ പോകുന്നതാണ്. എന്നെ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ട്രിഗർ ചെയ്യാൻ എന്നെ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങേയറ്റം ട്രിഗർ ചെയ്യുന്ന ആളെ ട്രിഗർ ചെയ്തു എന്നല്ലാണ്ട് എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. ആൻഡ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴും എല്ലാവരും ഓക്കെ ആണല്ലോ, മെൻ്റലി ഓക്കെ ആണല്ലോ, കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ ഫുൾ ഫിറ്റാണ്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. സോ അത് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ആണ്. ഞാൻ ഫിസിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റി ആയാലും, വീട്ടിൽ എൻ്റെ എൻവയറമെൻറ്റ് കണ്ടീഷൻസ് ആയാലും, എനിക്ക് തന്ന കൾച്ചർ ആയാലും, എന്നെ പഠിപ്പിച്ച രീതിയിലായാലും, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സർക്കിൾസ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉണ്ടല്ലോ, ഒരു നമ്മളുടെ ഡെയിലി ഒരു സംഭവം, അതാണ് ഞാൻ അവിടെ റിഫ്ലക്റ്റ് ചെയ്തത്. ഇത് ശരണ്യ ആനന്ദിൻ്റെ റിഫ്ലക്ഷൻ, ഇറ്റ്സ് ഓൾ മൈ സർക്കിൾ ആണ്. അവരുടെ ഒരു ഇതും കൂടി ഇൻപുട്ടും കൂടിയാണ് ഞാൻ അവിടെ തന്നത്. സോ ഐ എം പ്രിറ്റി ലക്കി ദാറ്റ് മൈ സർക്കിൾ ഈസ് വെരി ഗുഡ്. ആൻഡ് ഞാൻ അത് മെസ്സേജും കുറെ പേർക്ക് പോസിറ്റീവ് മെസ്സേജ് കൊടുക്കും. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വെദർ ടു സ്കിപ്പ് ഇറ്റ്, അത് യുവർ ചോയ്സ് ആണ്. ഈ ശരണ്യാനന്ദ് എന്നൊരു കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു പോയിന്റിലാണ്, അത് ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെദർ ടു ആൻസർ ഓർ സ്കിപ്പ് ഇറ്റ്. അല്ലെങ്കിൽ ആക്ച്വലി ഈ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ആ പോയിന്റ് മാത്രം, ഇപ്പോൾ ഒരാളോക്കെ രണ്ടാളോക്കെ, ബട്ട് ഈ ഒരു 10 പേര് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ 10 പേരിൽ ഒരു 8 പേർക്കും പറയാനുള്ളത് മേ ബി ഇതായിരിക്കാം. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ കാണുന്നത്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഡ്രസ്സിന്റെ സംഭവം കാലങ്ങളുടെ മുന്നേ ആയിരുന്നെങ്കിൽ ഞാനിത് ആൻസർ ചിലപ്പോൾ അതിൽ കുറേ സംസാരിച്ചേനെ. ഈ കാലങ്ങളുടെ മുന്നേ ആണെങ്കിൽ, പണ്ട് ഞാൻ ഞാൻ പഠിക്കാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഗുജറാത്തിൽ നിന്നൊക്കെ വരുമ്പോൾ ഹാൻഡ് ഫ്രീ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിറ്റന്മാരൊന്നും ഇടാൻ തരത്തില്ലായിരുന്നു. അയ്യോ ഇവിടെ നാട്ടിൻപുറമോ, ഇവിടെ ഇതൊന്നും ഇട്ടുകൂടാ. എടത്തുവാണ് എൻ്റെ നാട് കേട്ടോ, പത്തനംതിട്ട എടത്തു. ഇതൊന്നും ഇട്ടുകൂടാ. ചുരിദാറിൻ്റെ ആ സമയത്തൊക്കെ ഇത്ര ഉള്ള ചുരിദാറൊക്കെ ആയിരുന്നു, സ്ലിറ്റ് വലുതായിട്ട് എടുത്തില്ലായിരുന്നു. ഞാൻ ഇത്ര ഉള്ള ഫാഷൻ എടുത്തോണ്ട് വരുമായിരുന്നു, ചുരിദാർ വിത്ത് സ്ലിറ്റ്. അയ്യോ മറ്റേ പോരുത്, പുറത്ത് പോരുന്നു, നാണക്കേടാ, അങ്ങനെ ആയിരുന്നു. എന്നാ ഇപ്പം അങ്ങനെയാണോ? മാറി. പണ്ട് എൻ്റെ അനിയനെ മറ്റേ ബർമൂഡ ഇടുന്നതിന് ചിറ്റ പുറത്തിറക്കത്തില്ലായിരുന്നു. ബർമൂഡ ഇട്ടുകൂടാ, മുണ്ടിട്, അങ്ങനെ പാൻറ് ഇട്ടുകൂടാ. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പാൻറ് ഇടാൻ താന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം അവൻ കുട്ടി കളസ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് വീട്ടിൽ. മനസ്സിലായോ? അപ്പോൾ ഏജ് മാറുന്നത്, ജനറേഷൻ മാറുന്നതനുസരിച്ചിട്ട്, ടൈം മാറുന്നതനുസരിച്ചിട്ട് കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ ആ ആങ്കറുടെ കാഴ്ചപ്പാട് മാറേണ്ട സമയം കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത്, റിഫ്ലക്റ്റ് ആൻസറിൻ്റെ അങ്ങനെയായിരുന്നു. ഇത് ഒരാളുടെ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പുറത്താണ്. ഇഫ് ഹി ഓർ ഷീ അല്ലെങ്കിൽ ദേ വോണ്ട് ടു സീ ഇൻ എ ഗുഡ് സെൻസ്, അത് നല്ലതാണ്, അതൊരു ട്രെൻഡാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞ ഇന്ത്യസ് ടോപ്പ് ഷോയാണ് ഷാർക്ക് ടാങ്ക്. ആ ഷാർക്ക് ടാങ്കിൽ ദിവ ബ്രാൻഡ്, ഈ ദിവ ബ്രാൻഡിന് ഞാൻ ബിഗ് ബോസിൽ ഇട്ടിരുന്ന, വീക്കെൻഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇട്ടിരുന്ന സാരി, ദേ ആർ സെല്ലിങ് ഇറ്റ് ഓൾ ഓവർ വേൾഡ്. മനസ്സിലായോ? ഞാൻ ആ ബ്രാൻഡിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഷാർക്ക് ടാങ്ക് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞാൽ ഫുൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ്. അവിടെ എൻ്റെ ഓൺ ലേബിളിൽ ആ സാരി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഡീൽ മാൻ. അപ്പം ഞാൻ എത്ര 3 ഇയർ കൊണ്ട് എനിക്ക് ഫാഷൻ ഐക്കോൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലായിട്ടുള്ള ഒരു റിപ്രസെൻ്റ് തന്നെയാണ് ചെയ്യുന്നത്. പലയിടത്തും ബ്രാൻഡ്സ്, കുറേ ബ്രാൻഡ്സ്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ്, ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ ഇട്ടില്ലേ, അതൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എൻ്റെ ആയിട്ട് കൊളാബ് ചെയ്തിരിക്കുകയാണ് ഫോർ ദെയർ പ്രൊമോഷൻസ്. ആൻഡ് ഞാനത് എനിക്ക് നല്ല ഗംഭീരമായിട്ട് ഞാനത് ചെയ്തു കൊടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഡ്രസ്സിങ് സെൻസ്, എൻ്റെ സ്റ്റൈലിങ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ
ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന കമൻസും ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതും കമൻസ് മാത്രമല്ല, അത് എനിക്ക് പുറത്തു നിന്നാണല്ലോ ഞാൻ ഈ 2 മാസത്തേക്കിനാണല്ലോ അകത്തോട്ട് പോയത്. അപ്പൊ എനിക്ക് അറിയാം ഇത് എത്രയോ ആൾക്കാർ എന്നിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഓൾറെഡി. എത്രയോ ഫീമെയിൽസ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരെ ഞാൻ എത്രയോ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ദിസ് കൈൻഡ് ഓഫ് വർക്ക് യു ഷുഡ് ഡു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം അവർക്കത് ഒരു നിസ്സാര മിനിറ്റ് മതി, പക്ഷെ ഇതൊരു വലിയ സംഭവമാണ്. ഷാർക്ക് ടാങ്ക് പോലത്തെ ഷോയിൽ നമ്മൾ റിപ്രസെൻ്റ് ചെയ്ത് പ്രൗഡ് മൂവ്മെൻ്റ് ആണ് ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇതൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ്. അത്ര വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഈ നിസ്സാര ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഇതിൽ ആൻസർ പറയുന്നത് ഞാൻ അവരോട് ചെയ്യുന്ന ജസ്റ്റിഫൈ ആയിരിക്കില്ല. മനസ്സിലായോ? എനിക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. പുറത്ത് ഇപ്പം നോർത്തായാലും വിദേശത്തായാലും എവ്രിതിങ് ഈസ് കോമൺ. യുനോ, ജിമ്മിലൊക്കെ ഇടുന്ന ഒരു തിങ് ആണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ അവിടെ വെറും ഒരു റിയാലിറ്റി ഷോ, വെറുതെ ഇരിക്കുന്ന ഷോയിൽ ഞാൻ ജിമ്മിൻ്റെ തുണി ഇട്ടുകൊണ്ട് പോയാൽ അത് തെറ്റാണ്. ചുമ്മാ ഇരുന്ന് മറ്റേ കോമഡി ഷോ പോലത്തെ അതിനകത്ത് ഇട്ടുകൊണ്ട് പോയാൽ ഓക്കെ, ഇതെന്ത് ലോജിക്കില്ലെന്ന് പറയും. ഇതവിടെ ആക്ടിവിറ്റീസ് ഉള്ളതാ, ഇവിടെ ടാസ്ക് ഉള്ളതാ, ഒരു ദിവസം 3 ടാസ്ക് ഉള്ളതാ. അപ്പം അങ്ങനത്തെ സമയത്ത് എനിക്ക് കംഫോർട്ട് ലെവൽ ബ്രോ, എനിക്ക് ജിം വെയർ ആയിരുന്നു ആൻഡ് ഐ വെയർ ദാറ്റ്. അതിനിപ്പം മുന്നത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടൊക്കെ മാറ്റാനൊന്നും എനിക്ക് വേല. എനിക്ക് വിഷമം തോന്നി എന്താന്ന് വെച്ചാൽ ഇതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇത് പറയുമ്പോഴായിരുന്നു എനിക്ക് സങ്കടം. മനസ്സിലായോ? പിന്നെ ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഈ ജിം സീക്വൻസ് നിങ്ങൾ പറഞ്ഞത്, അത് ജിം തുണി അല്ലായിരുന്നു ആക്ച്വലി. ദാറ്റ് വാസ് എ ജംപ് സൂട്ട്. ഒരു ജീൻ ജംപ് സൂട്ടിന്റെ സമയത്താണ് ഈ ഒരു ജിൻറ്റപ്പൻ്റെ കൂടെയുള്ള ഒരു വിഷയം വരുന്നത്. അതെങ്ങനെ ജിം വെയറിൽ വരെ എത്തിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇനി ആണെങ്കിൽ തന്നെ അവരവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് ഇതിനുള്ള ഉത്തരം.